നിലമ്പൂരിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ യു ഷറഫ് അലിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഒരു കായിക താരം, അതേപോലെ ഒരു മുൻ പോലീസുകാരൻ എന്നതിനെല്ലാം അപ്പുറം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ആളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രചരണത്തിൻ്റെ ഈ അവസ്ഥയൊക്കെ കാണുന്നത്? തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭടന്മാരും തന്നെയാണ്. എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അനുഭവ കുറവുണ്ടാവാം, പക്ഷേ ആ കുറവുകളൊക്കെ നികത്തുന്ന രീതിയിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അതിൻ്റെ നേതാക്കന്മാരും പാർട്ടിയും ഒറ്റക്കെട്ടായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കരുത്ത്. അങ്ങ് പരിചയമുള്ള സ്ഥലമാണ് നിലമ്പൂർ എന്ന് വെച്ചാൽ. ഒരുപാട് കാലം ഇവിടെ വന്നിട്ടുണ്ട്, പല തരത്തിൽ വന്നിട്ടുണ്ട്, ഫുട്ബോളറായിട്ടും ഒക്കെ. ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമ്പോൾ ആളുകളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പ്രതികരണം എങ്ങനെയാണ്? വളരെ വളരെ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് നിലമ്പൂർ മുമ്പും ഇത്തരത്തിൽ സ്വതന്ത്ര ചിന്താഗതിയുള്ള നിരവധി സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചിട്ടുണ്ട്, ജയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കായിക മേഖലയുടെ പ്രതിനിധിയായിട്ട്, കേരളത്തിലെ കായിക താരങ്ങളുടെ പ്രതിനിധിയായിട്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ നിലമ്പൂരിലേക്ക് വിടുമ്പോൾ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം എന്താണ്? നിലമ്പൂരിനെ സേവിക്കുക എന്നുള്ളതാണ്. നിലമ്പൂരിനെ മാത്രം സേവിക്കുക എന്നുള്ളത്. ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം നിലമ്പൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസം. എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്? ഒന്ന്, നിലമ്പൂരിനൊപ്പം ഉണ്ടാവും. നിലമ്പൂരിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, നിലമ്പൂരിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, നിലമ്പൂരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രത്യേകിച്ച് ഞാനും ജനിച്ചു വളർന്നതൊക്കെ ഒരു കർഷക കുടുംബത്തിലാണ്. ഏറെ കർഷകരുള്ള, മലയോര കർഷകരുള്ള മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ കർഷകരും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയെന്ന്, ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായത് തെറ്റൊന്നുമല്ല. ഫുട്ബോളിൽ കളിക്കാനാണെന്ന് വിചാരിച്ചിട്ട് കർഷകനല്ലാതെ ആവുന്നില്ല, കർഷക കുടുംബത്തിൽ അംഗമല്ലാതെ ആവുന്നില്ല. ഈ കാർഷിക മേഖലയിലുള്ള ആവശ്യങ്ങളും പ്രശ്നങ്ങളും നന്നായിട്ട് അറിയുന്നൊരു വ്യക്തി എന്നുള്ള നിലക്ക് പൊതുരംഗത്ത് സജീവമായി, രാഷ്ട്രീയത്തിലല്ലാത്ത പൊതുമേഖലയിൽ സജീവമായി നിന്ന ഒരു വ്യക്തി എന്നുള്ളത് നിലമ്പൂരിൽ ഏതൊക്കെ രീതിയിൽ ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ കായിക മേഖലയിലും ആവശ്യമുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി കൂടിയിരുന്ന് ജനങ്ങളുമായി ആലോചിച്ച് ബൃഹത്തായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നിലമ്പൂർ കേരളത്തിലെ ഏറ്റവും മികച്ച പുരോഗതി കൈവരിക്കുന്ന ഒരു മണ്ഡലമാക്കി മാറ്റാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. അപ്പുറത്തൊരു സീസൺഡ് പൊളിറ്റീഷ്യനാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. അങ്ങ് ഒരു പൊളിറ്റീഷ്യനും അല്ല. ഒരു പൊളിറ്റീഷ്യനും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി തമ്മിലുള്ള മത്സരത്തിൽ ജനങ്ങൾ എങ്ങനെ കാണുമെന്നാണ് പ്രതീക്ഷ? സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ അവർക്കൊരു മേൽക്കൈ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള വോട്ടുകൾ കൂടി എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത്. അതിനുള്ള കാരണമായിട്ട് ഞാൻ കാണുന്നത്, ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗത്ത് ഉയരാനുള്ള ഒരുപാട് മോഹങ്ങളുണ്ടാവും. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലൊക്കെ രാഷ്ട്രീയത്തിൽ ഉയർന്നു പോകാനും അങ്ങനെ മേഖലയിൽ തേടി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല. എന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏൽപ്പിച്ചിട്ടുള്ളത് നിലമ്പൂരിനെ സേവിക്കാനും നിലമ്പൂരിൽ പ്രവർത്തിക്കുവാനും. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു മോഹം വെക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ സമയം നിലമ്പൂരിൽ ചെലവഴിക്കാനും നിലമ്പൂരിന് വേണ്ടി ചെലവഴിക്കാനും എനിക്ക് സമയമുണ്ടാവും. നിലമ്പൂരുകാരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിലമ്പൂരിൻ്റെ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ പൂർണ്ണ സമയം ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നിലമ്പൂരിലെ നല്ലവരായ ജനങ്ങൾ, വോട്ടർമാർ എൻ്റെ കൂടെ നിൽക്കുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. കോൺഗ്രസിന്റെ ഡിഫൻസ് മറികടന്ന് ഗോളടിക്കുമോ? തീർച്ചയായിട്ടും. രണ്ട് പകുതികളുണ്ട്. ഒന്നാം പകുതി ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവാം, പക്ഷേ രണ്ടാം പകുതിയിൽ ഞങ്ങൾ മുന്നേറും, ഗോളടിക്കും, വിജയിക്കുമെന്നില്ല യാതൊരു സംശയവും വേണ്ട. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് യു ഷറഫ് അലിയുടെ പ്രചരണം പുരോഗമിക്കുന്നത്. നിലമ്പൂർ തിരിച്ചു പിടിക്കുമെന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നതും ഷറഫ് അലിയുടെ ഈ മികവിന്റെ അടിസ്ഥാനത്തിലാണ്. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.